ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. താനിപ്പോ 5 ലക്ഷവും തട്ടിപ്പറിച്ചുകൊണ്ടോടി വെറും ഒരു കള്ളനല്ല. മഹാരാഷ്ട്ര പോലീസിനും കേരള പോലീസിനും ഒരുപോലെ ആവശ്യമുള്ള പിടികിട്ട പുള്ളിയാണ്. ബോംബെ അധോലോകത്തിൽ ഒരു പ്രധാന കണ്ണി. ബോംബെയോ? കുട്ടിക്കാലത്ത് മമ്മിയുടെ കൂടെ വേളാങ്കണ്ണി പോയെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. അത് നമുക്കല്ല അറിയുള്ളൂന്ന്. ആ പെരേരെല്ലാം നിന്ന് പോലീസിനും കൂടി ബോധ്യാവണ്ടേ? അവരെ ഇടികൊള്ളുമ്പോ പെരേരെല്ലാം ദാവൂദ് ഇബ്രാഹിം ആണെന്ന് സമ്മതിച്ചു. അയ്യോ, ഇതിപ്പോ പെരേര എന്ന് പേരുള്ള വേറെ ആരോ ചെയ്യുന്ന മോഷണങ്ങളാണ് ഇയാളുടെ തലയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. നീ ഇപ്പൊ പറഞ്ഞ ആ പെരേരയാണ് ഈ പെരേര. ഒളിച്ചുകളി എനിക്കിഷ്ടമല്ല. ഓൺലി സ്ട്രൈറ്റ് ഡീലിങ്സ്. എനിക്കിപ്പോ വേണ്ടത് എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റിനാണ്. ഡെഡ് ഓർ അലൈവ്. ഇവനെ കൈ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇങ്ങോട്ട് വാടാ മോനെ. വാ മോൻ, വാ. വാടോ. വാ. I say come. Come on. Come on. Come here, I say. Nice boy. ഐജിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഐജിയുടെ മുഖത്തിന് എന്ത് പറ്റി സാർ? ഓ, സ്റ്റേഷന്റെ തൊട്ട് മുമ്പിൽ വെച്ച് കിട്ടിയിട്ട് പോലും പെരേരയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? പെരേര എത്തിയ സമയത്ത് തന്നെ കേരള എക്സ്പ്രസ് അതുവഴി വന്നതാണ് സർവത്ര കുഴപ്പത്തിനും കാരണം. എന്റെ കയ്യിൽ ഒരു ചുവന്ന തുണി ഉണ്ടായിരുന്നു, അത് വീശി കാണിച്ച് ഞാൻ ട്രെയിൻ നിർത്തിച്ചാനേ. ഓടാ, അല്ലെങ്കിൽ ഈ കേരള എക്സ്പ്രസ് എപ്പോഴും ലേറ്റാ. അല്പമെങ്കിലും നെറിവുണ്ടെങ്കിൽ അത് വഞ്ചിനാടിന് മാത്രമാണ്. വേണാടൊക്കെ പോയി. സാർ, ഒന്ന് നോക്കിയാൽ കേരള എക്സ്പ്രസിലും ജയന്തി ജനതയിലൊക്കെ സീസൺ ടിക്കറ്റുകാരെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ കേറ്റില്ല എന്ന് മന്ത്രി പറയുന്നത് വളരെ കഷ്ടമാണ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. എടോ, തന്നെ വിളിപ്പിച്ച കാര്യമെന്ത്? താൻ പറയുന്ന കാര്യമെന്ത്? സാർ, എന്ന് പറഞ്ഞാൽ ഈ ഹർഷത്തിനേറ്റ അങ്ങനെ. ഓ, താനങ്ങോട്ട് മാറി വയ്ക്കേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മാറി വയ്ക്കാൻ. കുഞ്ഞീശോ സാർ, ഈ പെരേര രക്ഷപ്പെട്ടതിനെ കുറിച്ച് താൻ എന്ത് പറയുന്നു? സാർ, എന്റെ ബലമായ വിശ്വാസം പെരേര അവന്റെ ഗ്യാങ്ങുമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതാണെന്നാ. എന്തേ? ഒന്നുമില്ല. പിന്നെ വീരപ്പൻ നടത്തിയത് പോലെ ഒരു വെല്ലുവിളി ആയിക്കോട്ടെ സാർ ഇത്? വെരി ഗുഡ്. തന്റെ ഈ ഫൈൻഡിങ്ങിൽ കലമ്പില്ലാതില്ല. പിന്നെ അവൻ ഓടിക്കളഞ്ഞത് അന്തരീക്ഷം പന്തിയല്ലെന്ന് കണ്ടതുകൊണ്ടാവാം. കറക്റ്റ്. സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരെ കൂടി പോസ്റ്റ് ചെയ്ത തിരക്കില്ല സാർ. ഏത് നിമിഷവും ഇതുപോലുള്ള ആക്രമണ ശ്രമങ്ങൾ വീണ്ടും നടന്നേക്കാം. ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഓർത്തത്, സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ പെരേര എവിടെ പോയിരിക്കും സാർ? തന്റെ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക്. എല്ലായിടത്തും പെരേര തിരക്ക് മുതലാളി, തിരക്ക് മുതലാളി. ഈ പല്ലവി ഞാൻ കേട്ടുപോയത്. എന്റെ ദൈവമേ, കുറെ മണ്ടന്മാരെയാണല്ലോ എനിക്ക് അസിസ്റ്റൻസായി കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ അങ്ങ് അവമാനിക്കരുത് മുതലാളി. ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഒരവസരം കൊടുത്തൂടെ? അയ്യേടാ, ഇനി പെരേര ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവൻ താനെ ഇവിടെ വന്നോളൂ. ഇതായി മുതലാളിയുടെ കുഴപ്പം. ഞാനും ഈ ഐഡിയ പറയാനിരുന്നതാ. പറയാനായി നാക്കെടുത്തത് മുതലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഐഡിയയുടെ ക്രെഡിറ്റ് മുതലാളിക്ക് കിട്ടിയേ. ഇങ്ങനെ ഓ അയ്യോ. എങ്ങനെയുണ്ട് ഡോക്ടർ? മയക്കം തെളിഞ്ഞാൽ പെയിൻ വീണ്ടും വന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. എന്റെ ഗുരുവായൂരപ്പ. എനിവേ, പേഷ്യന്റിനെ ഇങ്ങോട്ട് മാറ്റിയ വിവരം വളരെ രഹസ്യമായിരിക്കണം. ഓക്കെ 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 ഓക്കെ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു വന്നാൽ ഒളിത്താവളത്തിൽ നിന്നും അവൻ പുറത്തു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴി നോക്കാം. സാർ, എന്റെ അഭിപ്രായത്തിൽ നിന്റെ
അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു? തല ഇരിക്കുമ്പോ വാലാടണ്ട, വെക്കൂ. ഓഹോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ശരി ശരി. ആരാ സാർ? ഡിവൈഎസ്പി ബഷീറാ. ഇന്നലെ MG റോഡിലെ ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയിരുന്നു. ഇവന്മാരെയൊക്കെ യെസ്. ഹലോ സർ, ഐ ആം വിശ്വനാഥ്, സൂപ്രണ്ട് ഓഫ് പോലീസ് ബോംബെ. ശ്രീകണ്ഠൻ നായർ. ഓ സോറി, ഇരിക്കൂ. താങ്ക് യു. ബാലേന്ദ്രൻ, ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ഏത് ഫയലും? ഫയലും നവാറ്റിലൊന്നുമല്ല, പോലീസ് വേഷത്തിൽ വന്നിരിക്കുന്ന കള്ളനാണിവൻ. അവന് സംശയം തോന്നിക്കരുത്, പിറകെ പോയി പിടിക്കേ. ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. By the way, ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അനങ്ങിപ്പോയത് നോൺസെൻസ്. എന്താണിത്? സത്യം പറ, ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? സാർ, ഞാൻ റോഡിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത് ഇവൻ തന്നെയാണ് സാറേ. എടാ, കള്ളനാണെന്ന് എങ്ങനെ പിടികിട്ടുന്നായിരിക്കും? ബോംബെയിൽ നിന്ന് ഒറിജിനൽ SP വിശ്വനാഥൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ഇട്ടാണ് പോയത്. ഒറിജിനൽ വിശ്വനാഥോ? ഞാനാണ് വിശ്വനാഥ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ബ്രീഫ് കേസ് നോക്കണം. എന്റെ ഐഡന്റിറ്റി കാർഡും ഡിപ്പാർട്ട്മെന്റ് ഓതറൈസേഷൻ ഇതിനകത്തുണ്ട്. കാക്കി കുപ്പായിട്ടിട്ട് കോമാളി വേഷം കെട്ട നീ. കാക്കി കുപ്പായിട്ടിട്ട് അരി മേടിക്കുന്നവരാടാ ഞങ്ങള്. നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി. ഇതാണ് തിരിച്ചറിഞ്ഞവർ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് എക്സ്പെർട്സ് വരച്ചെടുത്ത പെരേരയുടെ ചിത്രങ്ങളാണ്. മൈ ഗോഡ്. അപ്പൊ SP വിശ്വനാഥനായി വേഷം കെട്ടി ഇവിടെ വന്നത് പെരേരയാ? എന്റെ ഗുരുവായൂരപ്പാ, ഇത് സാർ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ? ഛേ! ധൈര്യമായിട്ട് വരികയാണ്. ഇവിടെ ആരും വരില്ല. 8-10 കൊല നടന്ന ഭാഗ്യമല്ലേ അത്. പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോരി. നമുക്ക് ഈ പ്രേതത്തിലും ജപ്തിയിലും പിശാചിലും ഒരു പേടിയുമില്ല. കാരണം എന്റെ ശൈലി പാവം മനുഷ്യമ്മ വല്ലാതെ പേടിച്ചു. പോയ കാര്യം എന്തായി? പോലീസ് നാൻസി പഴയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുക. പോലീസുകാര് നാൻസി ശരിക്കും ഉപദ്രവിച്ചാണോ അല്ലേ? ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട്? തൽക്കാലം പേടിക്കാനൊന്നുമില്ല. പക്ഷെ എത്ര പെട്ടെന്ന് അവിടെ മാറ്റിയേ പറ്റൂ. മറ്റന്നാളാണ് ഓപ്പറേഷൻ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാവും. ആശുപത്രിയിൽ പോലീസ് ആവുന്നുണ്ട്. എങ്ങനെയെങ്കിലും നാൻസി അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാനമായിരിക്കും. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ചിലപ്പോ മേഴ്സിയുടെ സഹായം നമുക്ക് വേണ്ടി വന്നേക്കും. ഞാൻ എന്താ ചെയ്യണ്ടേ? പറയാം. സാർ പറഞ്ഞിട്ട് വന്നല്ലേ? ഉണ്ണിത്താ സാർ? അതെ. വേഗം കുടിക്കുള്ളൂ. അതാ റെഡി. നാൻസിനെ ബാത്റൂമിലേക്ക് മാറ്റി. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു.
റിസ്ക് എടുക്കണ്ട, മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. Come on, cook. നമ്മൾ 5 മിനിറ്റ് വൈകിപ്പോയി. പെരേരയുടെയും ബെന്നിയുടെ ആൾക്കാർ അവളെ കൊണ്ടുപോവുക. ഇതാ മറ്റേ പെരേരയുടെ ആൾക്കാരാ. ജീവൻ പോയാലും ശരി, ഇവൾ അവരുടെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഹോസ്പിറ്റലിലേക്ക്. ഓഹോ, വെർ ഈസ് യുവർ ഓതറൈസേഷൻ? ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരാ. എവിടെ നിങ്ങളുടെ ഓതറൈസേഷൻ? മൂവ് ബാക്ക്, ബാക്കിലോട്ട്. ആ വലുതുക്ക് എന്നാ കശപ്പ്. എപ്പടി?